നീണ്ട ചർച്ചകൾക്കൊടുവിൽ 13 ഉപാധ്യക്ഷന്മാരെയും ബിജെപിയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർ അടക്കം 58 ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി കെപിസിസി പുനഃസംഘടിപ്പിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ 6 പേരെ കൂടി ചേർത്തു. വി.എ. നാരായണൻ ആണ് ട്രഷറർ. എ.ഐ.സി.സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ആണ് പട്ടിക പുറത്തുവിട്ടത്. സെക്രട്ടറി, ഡി.സി.സി പ്രസിഡന്റ് പ്രഖ്യാപനം പിന്നീടുണ്ടാകും. നേരത്തെ 5 വൈസ് പ്രസിഡന്റുമാരും 28 ജനറൽ സെക്രട്ടറിമാരും ആണ് ഉണ്ടായിരുന്നത്. പട്ടികയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായി ഉയരുന്നുണ്ട്. പരിഹാസ പോസ്റ്റുമായി ഷമാ മുഹമ്മദ് രംഗത്തെത്തി. കെപിസിസി ജംബോ പട്ടികയിൽ പ്രതികരിച്ചിരിക്കുകയാണ് പാർട്ടി അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്, അതിന് ചെറിയ നേതൃത്വം പോരാ, ഇനിയും ഭാരവാഹികൾ വരും. ചാണ്ടി ഉമ്മൻ ഭാവിയുടെ നേതാവാണ് എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്, അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. അതിന് കരുത്തുറ്റ നേതൃത്വമാണ് ഇപ്പോൾ എ.ഐ.സി.സി അംഗീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്, സജീവമാണ്. ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്, ഇനിയും പരിഗണനയിലുണ്ട്. ഇതിപ്പോൾ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇനി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവും കൂടെ വരും. അതുകൂടെ വരുമ്പം സമ്പൂർണ്ണ തൃപ്തി, സംതൃപ്തി. എല്ലാ എം എൽ എമാരെയും വന്നിട്ടില്ല, എല്ലാ എം എൽ എമാരും ഇല്ല. എം എൽ എമാരും വളരെ ചുരുങ്ങിയ ആളുകളാണുള്ളത്. അത് ചാണ്ടി ഉമ്മൻ ഈസ് എ വെരി പ്രോമിസിങ് യങ്സ്റ്റർ, വെരി പ്രോമിസിങ് എനർജറ്റിക് ലീഡർ. പാർട്ടിയുടെ ഒരു കരുത്തുറ്റ നേതാവാണ് അദ്ദേഹം. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ജംബോ കമ്മിറ്റിക്ക് കാരണം കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ് എന്നുള്ളതാണ് കെപിസിസി അധ്യക്ഷന്റെ പ്രതികരണം. പക്ഷേ ഈ ജംബോ പാർട്ടി കഴിഞ്ഞ 2 ടേമുകളിലായി പ്രതിപക്ഷത്ത് തന്നെയാണ് ഇരിക്കുന്നത് എന്നതും വസ്തുതയാണ്. ഇത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തി മറുപടി പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലുണ്ടായിട്ടുള്ള അതൃപ്തിയും വിമർശനങ്ങളും പരിഹരിക്കപ്പെടുന്ന ഒന്നാണോ? ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്? മാസങ്ങൾ നീണ്ട തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും അനുരഞ്ജന ചർച്ചകൾക്കും ഒടുവിലാണ് കെപിസിസിയുടെ ആദ്യഘട്ടമായുള്ള പുനഃസംഘടനാ പട്ടിക കഴിഞ്ഞ ദിവസം രാത്രിയോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം 13 വൈസ് പ്രസിഡന്റുമാരും 58 ജനറൽ സെക്രട്ടറിമാരും രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പുതുതായി ചേർത്ത 6 പേരും ഉൾപ്പെടെ ഒരു വലിയ പട്ടിക തന്നെയാണ്, ഒരു ജംബോ പട്ടിക തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ്. അപ്പോഴും അസംതൃപ്തി ബാക്കിയാകുന്നു ചില നേതാക്കൾക്കെങ്കിലും, ചില മുതിർന്ന നേതാക്കൾക്ക് എങ്കിലും എന്നതാണ് ഈ പുനഃസംഘടനയുടെ നിലവിലെ സ്ഥിതി. അതായത് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് എ ഗ്രൂപ്പിന് അവർ നൽകിയ ലിസ്റ്റ് അനുസരിച്ച് ഏതാണ്ട് 17 പേരുടെ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു. എ ഗ്രൂപ്പിന്റെ ഭാഗമായി 17 പേരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതോടൊപ്പം ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി 19 പേരെ പരിഗണിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം കെ.സി. വേണുഗോപാൽ പക്ഷക്കാരായ 15 പേർ, കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തരായ 15 പേർ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അസംതൃപ്തരായി ഇപ്പോൾ മുമ്പിലുള്ളത് 2 പേരാണ്. അത് മുൻ കെപിസിസി അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ കെ. സുധാകരൻ. അദ്ദേഹം 5 പേരുടെ പേര് നൽകി, അതിൽ 3 പേരെ മാത്രമാണ് പരിഗണിച്ചത്. 2 പേരെ വെട്ടിക്കളഞ്ഞുവെന്നാണ് അദ്ദേഹത്തിന്റെ അസംതൃപ്തി. അതേസമയം മുൻ കെപിസിസി അധ്യക്ഷൻ കൂടിയായ കെ. മുരളീധരൻ ആകെ ഒരാളുടെ പേര് മാത്രമാണ് നിർദ്ദേശിച്ചത്. പക്ഷേ ആ പേര് എങ്ങും പരിഗണനയ്ക്കെടുത്തില്ല. അതിൽ കെ. മുരളീധരൻ കടുത്ത അതൃപ്തിയിലാണ്. അദ്ദേഹം ആ അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് കൂടിയായ വി.ഡി. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് കൂടി യോജിച്ച ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ അദ്ദേഹം സംതൃപ്തനാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പക്ഷേ അതിനിടയിൽ ഏറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ചാണ്ടി ഉമ്മൻ, അതായത് ചാണ്ടി ഉമ്മൻ കെപിസിസി വൈസ് പ്രസിഡന്റോ ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ചാണ്ടി ഉമ്മൻ നടത്തിയ നേതൃത്വത്തെ വെട്ടിലാക്കുന്ന തരത്തിൽ നടത്തിയ ഒരു പ്രതികരണമാണ് ചാണ്ടി ഉമ്മന് ഇപ്പോൾ ഇങ്ങനെയൊരു അല്ലെങ്കിൽ ഒരു സാധ്യതകൾക്ക് മങ്ങലായി മാറിയത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ പട്ടിക പൂർത്തിയായിട്ടില്ല എന്ന കെപിസിസി അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വരുന്ന പട്ടികയിൽ ഇപ്പോഴത്തെ അസംതൃപ്തരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനുനയ നീക്കം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതാണ് ഇവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഷമാ മുഹമ്മദ് അടക്കം അവരുടെ അസംതൃപ്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് നിലവിലെ സാഹചര്യം. തീർച്ചയായും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്
ഈ കേരളത്തിലെ പാർട്ടിയിൽ KC വേണുഗോപാൽ പിടിമുറുക്കുന്നു എന്ന ഒരു നിരീക്ഷണം പൊതുവിൽ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ടല്ലോ. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി അബിൻ വർക്കി വന്നേക്കുമെന്ന സൂചനകളും പ്രതീക്ഷകളും തകർത്തുകൊണ്ടാണ് അവിടെയുണ്ടായ നീക്കം. അതിൽ അബിൻ വർക്കി പരസ്യമായി രംഗത്ത് വന്നൊരു പശ്ചാത്തലമുണ്ടാകുന്നു. അതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ ചാണ്ടി ഉമ്മനും രംഗത്ത് വന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ പട്ടിക പരിശോധിക്കുമ്പോഴും അവിടെ KC വേണുഗോപാൽ പക്ഷത്തിൻ്റെ ഒരു ആധിപത്യം ആണല്ലോ ഡാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ചില ഫോർമുലകൾ പോലും മാറി മറിഞ്ഞേക്കാമെന്ന നിരീക്ഷണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ചാണ്ടി ഉമ്മനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല വിഭാഗവുമൊക്കെ KC വിഭാഗത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു സാധ്യത, അത്തരം ചില നിരീക്ഷണങ്ങൾ പോലും ഉണ്ടാകുന്നു. അപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള ഈ പുനഃസംഘടനയിലെ ആദ്യ പട്ടിക ഒരുപക്ഷെ കോൺഗ്രസിലെ സമവാക്യങ്ങളിൽ പോലും ചില മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ടോ? അതായത് 2021 മുമ്പുള്ള ഏതാണ്ട് 2 ദശാബ്ദത്തോളം, കൃത്യമായി പറഞ്ഞാൽ 17 വർഷത്തോളം കേരളത്തിൽ പാർട്ടിയെ നയിച്ചിരുന്നത് 2 അച്ചുതണ്ടുകളാണ്. അതിൽ എ ഗ്രൂപ്പിന്റെ തലപ്പത്ത് ഉമ്മൻചാണ്ടിയും ഐ ഗ്രൂപ്പിന്റെ തലപ്പത്ത് രമേശ് ചെന്നിത്തലയും. ഈ 2 ആക്സസുകളിലായിരുന്നു AI ഗ്രൂപ്പുകളുടെ മുഴുവൻ പ്രവർത്തനം. കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളും ഈ 2 ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഭാഗമായിരുന്നു. പക്ഷേ 2021 തുടർച്ചയായി കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായതിനു പിന്നാലെയാണ് ഇവിടെ നേതൃസമവാക്യങ്ങളിൽ മാറ്റം വരികയും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തല മാറുകയും VD സതീശൻ പ്രതിപക്ഷ നേതാവാകുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ നിന്നിട്ട് അങ്ങോട്ട് സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ പൊളിച്ചെഴുത്താണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ VD സതീശന് അപ്രതീക്ഷിതമായി നേരിട്ട ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ളവർ ഒരു യൂത്ത് ബ്രിഗേഡ് VD സതീശനൊപ്പമായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായ സമയം മുതൽ നിലകൊണ്ടിരുന്നത്. പക്ഷേ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ, കൃത്യമായി പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അവിടെയും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ PV അൻവറിനെ വസതിയിൽ സന്ദർശിച്ചതോടെയാണ് ഈ കല്ലുകടികൾ പരസ്യ പ്രതികരണങ്ങളിലേക്ക് വഴിമാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദത്തിൽ അടക്കം പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിച്ച പരസ്യമായ നിലപാട് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ ഒരു വിഭാഗത്തിന് വലിയ അമർഷത്തിനും വിമർശനങ്ങൾക്കും വഴിവെക്കുന്ന സാഹചര്യം. അങ്ങനെ ആ ത്രയങ്ങൾ രണ്ടായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ KC വേണുഗോപാലിനൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പിന്നീട് അങ്ങോട്ടുണ്ടായി എന്നതാണ് വസ്തുത. അവിടെയാണ് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പൂർണ്ണമായി മാറിമറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്നലെ ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസ്താവനയിൽ ഒരു കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. തന്റെ പിതാവിന്റെ സ്മൃതി ദിനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയ അതേ കരങ്ങളാണ് അബിൻ വർക്കി അധ്യക്ഷ പദവിയിൽ എത്തുന്നതിന് തടസ്സമായി നിന്നതെന്ന്. അത് കൃത്യമായി ഒരു പേര് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. പക്ഷേ ആ പേര് KC വേണുഗോപാലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയ പ്രചാരണം ഇന്നലെ നടന്നുവെന്നതാണ് വസ്തുത. പക്ഷേ KC വേണുഗോപാലിനെ ഉന്നമിട്ടുകൊണ്ടായിരുന്നില്ല ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. അത് മറ്റൊരു യുവ നേതാവിനെതിരെയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചാണ്ടി ഉമ്മൻ തന്നെ ഒരുപക്ഷേ കാര്യങ്ങൾ പ്രകോപനപരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയാൽ പരസ്യമായി ആ പേര് വിളിച്ചു പറയുന്ന തരത്തിലേക്ക് നീങ്ങും എന്ന വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഒപ്പം നേരത്തെ തന്നെ ഡാൻ സൂചിപ്പിച്ചതുപോലെ വേറെ ചില അതൃപ്തർ ഉണ്ട് എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഷമാ മുഹമ്മദിനെ പോലെയുള്ളവർ ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ AICCയുമായി കൂടുതൽ ചേർന്ന് നിന്നിരുന്ന നേതാവാണ്. പക്ഷെ പിന്നീട് കേരളത്തിലേക്കടക്കം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തുകയും സമരങ്ങളിലൊക്കെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒരിടം ലഭിച്ചില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഈ ഷമയെ പോലെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ചില പരിഹാസങ്ങൾ കൂടിയാണ് അവർ ഉയർത്തുന്നത്. അതിനെ നേതൃത്വം ഏത് നിലയിലാണ് കാണുന്നത് ഡാൻ? അതായത് അഭിലാഷ്, ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന ചർച്ചകളിൽ 3 കാര്യങ്ങളാണ് വലിയ തരത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. അതിലൊന്ന് ജാതി സമവാക്യം, അതിൽ 2 കഴിവ്. ഇത് രണ്ടും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കൊപ്പം, അധികാര കേന്ദ്രത്തിനൊപ്പമോ അല്ലയോ, ഈ 3 കാര്യങ്ങൾ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൽ സ്ഥാനങ്ങൾ വീതം വയ്ക്കപ്പെടുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകൾ വലിയ തരത്തിൽ സജീവമായിട്ടുണ്ട്. അതിനിടയിലാണ് ഷമാ മുഹമ്മദ് ഒറ്റ വരിയിൽ അവരുടെ ഒരു വിമർശനം അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ഷേപം പരസ്യമാക്കിയിരിക്കുന്നത് കഴിവാണോ മാനദണ്ഡം എന്ന ഒരൊറ്റ വാചകത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അവിടെ ഷമാ മുഹമ്മദ് മാത്രമല്ല, അതേപോലെ അസംതൃപ്തരായ മറ്റ് നേതാക്കളുണ്ട്. നമുക്കറിയാം
കെ മുരളീധരൻ വലിയ തരത്തിൽ സജീവമായി ഇപ്പോൾ ഈ ശബരിമലയിലെ മേഖലാ യാത്രയിലടക്കം ഒരു ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് കെ മുരളീധരനാണ്. ആ കെ മുരളീധരൻ മുമ്പോട്ട് വെച്ച ഒരേ ഒരു പേര് അത് പൂർണ്ണമായി വെട്ടിപ്പോയതിൽ അദ്ദേഹത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. ആ അതൃപ്തി അദ്ദേഹം നേതൃത്വത്തെ അറിയിക്കുമെന്ന് തന്നെയാണ് വിവരം. കെ മുരളീധരൻ അങ്ങനെ പാർട്ടിയുടെ ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്തേക്ക് നിന്ന് പലപ്പോഴും പ്രതികരണങ്ങൾ നടത്തുന്നയാളാണ്. ആ പ്രതികരണങ്ങൾ ചാറ്റുളി പോലെ പല നേതാക്കളെയും നേരത്തെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കെ മുരളീധരനെ പ്രകോപിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടന്നിട്ടുണ്ടോ, അതോ അടുത്ത ലിസ്റ്റിൽ കെ മുരളീധരൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കെ മുരളീധരൻ മുമ്പോട്ട് വെച്ച പേരുകൾക്ക് പരിഗണന നൽകാനുള്ള സാധ്യതകളാണോ നിലനിൽക്കുന്നത്? ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചകളിലുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പട്ടിക അന്തിമമല്ല. ഇപ്പോൾ അസംതൃപ്തരായി രംഗത്തെത്തുന്ന നേതാക്കളെ ഉൾപ്പെടെ അനുനയ നീക്കത്തിലൂടെ ഒപ്പം നിർത്തിക്കൊണ്ട് വരുന്ന അന്തിമ ലിസ്റ്റിൽ, അതായത് DCC അധ്യക്ഷന്മാരുടെ ഉൾപ്പെടെ വരാനിരിക്കുന്ന അടുത്ത പട്ടികയിൽ കൃത്യമായി ഈ ഗ്രൂപ്പ് നേതാക്കളെ പൂർണ്ണമായി സംതൃപ്തരാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുന്ന ഒരു ഇടപെടൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കുമെന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ മറനീക്കിക്കൊണ്ടിരിക്കുന്ന അസംതൃപ്തി. യെസ്, എന്തായാലും പലപ്പോഴും കോൺഗ്രസിനുള്ളിൽ ഇത് ശീലമാണ്. ജംബോ പട്ടികയാണ് പുറത്തു വരാറുള്ളത്. ജംബോ പട്ടിക പുറത്തു വരുമ്പോഴും വലിയ തോതിലുള്ള പ്രതികരണങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ കോൺഗ്രസിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ നൽകിയത്.